എടാ മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ കയ്യിൽ എത്ര അസ്ഥിയുണ്ട്? 30. അപ്പൊ രണ്ടുകൈയിലും കൂടെ ചേർത്ത് 60. അപ്പൊ ഒരു കാലം എത്ര അസ്ഥിയുണ്ട്? 30. രണ്ടു കാലം കൂടി ചേർത്ത് 60. ഇടുപ്പല്ല് എത്ര ഉണ്ട്? ഇടുപ്പല്ല് 2. തോളല്ല് 4. തോളല്ല് 4. അടുത്ത് മാറല്ലേ ഒരെണ്ണേ ഉള്ള ഒരു മാറല്ലേ ഉള്ളേ. വാരിയല്ലാണെങ്കിലോ 24. 12 ജോഡി 24 എണ്ണം. നട്ടല് 33. തലയോട് 22. മൊത്തം എത്ര അസ്ഥികളുണ്ട്? 206. അപ്പൊ ഒരു കൈയില് 30. അപ്പൊ കൈകളിലെ അസ്ഥികളുടെ എണ്ണം 60. കാലുകളിലെ അസ്ഥികളുടെ എണ്ണം 60. ഇടുപ്പല്ല് 2. തോളല്ല് 4. മാറല്ല് 1. വാരിയല്ല് 24. നട്ടല് 33. തലയോട് 22. മേൽത്താടിയിലെ അസ്ഥിയെ വിളിക്കുന്ന പേരെന്താ? മേൽത്താടി മാക്സില്ല. മേൽത്താടി മാക്സില്ല. അപ്പൊ കീഴ്ത്താടി ആണെങ്കിലോ മാൻഡിബിൾ. മേൽത്താടി മാക്സില്ല, കീഴ്ത്താടി മാൻഡിബിൾ. കൈപ്പത്തി മെറ്റാകാർപ്പൽസ്. മേൽത്താടി മാക്സില്ല, കീഴ്ത്താടി മാൻഡിബിൾ. കൈപ്പത്തി മെറ്റാകാർപ്പൽസ്. അങ്ങനെയാണെങ്കിൽ കൈവിരൽ ഫലാഞ്ചസ്. മേൽത്താടി മാക്സില്ല, കീഴ്ത്താടി മാൻഡിബിൾ. കൈപ്പത്തി മെറ്റാകാർപ്പൽസ്. കൈവിരൽ ഫലാഞ്ചസ്. ഇടുപ്പ് പെൽവിസ്. ഇടുപ്പ് പെൽവിസ്. മുട്ടിലെ ചിരട്ട പാറ്റല്ല. പെൽവിസ് ഇടുപ്പ്. ഒരിക്കൽ കൂടി പറയാം. മേൽത്താടി മാക്സില്ല, കീഴ്ത്താടി മാൻഡിബിൾ. കൈപ്പത്തി മെറ്റാകാർപ്പൽസ്. കൈവിരൽ ഫലാഞ്ചസ്. ഇടുപ്പ് പെൽവിസ്. ചിരട്ട പാറ്റല്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. ജനുവരി 25. പ്രത്യേകതകൾ: ദേശീയ വിനോദസഞ്ചാര ദിനം. അങ്ങനെയാണെങ്കിൽ ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ 27. അപ്പോ നമ്മുടെ 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഈ ജനുവരി 25 രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന് എന്താണ്? വോട്ടേഴ്സ് ദിനവും അതുപോലെ ദേശീയ ടൂറിസം ദിനം. എവിടെയാണ് ആസ്ഥാനം? നിർവചൻ സദൻ, അശോക റോഡ്, ന്യൂഡൽഹി. അപ്പോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർവചൻ സദൻ, അശോക റോഡ്, ന്യൂഡൽഹി. ഓക്കെ, നോക്കിയോ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇപ്പോഴത്തെ മുഖ്യ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ആരാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ജ്ഞാനേഷ് കുമാർ. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 324. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 324. അപ്പൊ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ആദ്യ ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ. ഒരിക്കൽ കൂടി, നിലവിൽ വന്ന വർഷം 1950 ജനുവരി 25. ജനുവരി 25 പ്രത്യേകതകൾ: വോട്ടേഴ്സ് ദിനവും ദേശീയ ടൂറിസം ദിനവും. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ആസ്ഥാനം നിർവചൻ സദൻ, ന്യൂഡൽഹി. ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324. ആദ്യ ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ചട്ടമ്പി സ്വാമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാണ് ജനിച്ചത്? 1853 ഓഗസ്റ്റ് 25. എവിടെ? കൊല്ലൂർ. എവിടെ? കണ്ണമ്മൂല. കൊല്ലൂർ കണ്ണമ്മൂല. യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ. യഥാർത്ഥ പേര് അയ്യപ്പൻ. പക്ഷെ ബാല്യകാലത്ത് അറിയപ്പെടുന്ന പേര് വേറെയാണ്, കുഞ്ഞൻ പിള്ള. അപ്പൊ യഥാർത്ഥ പേര്, ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ബാല്യകാലം കുഞ്ഞൻ പിള്ള. എവിടെ ജനിച്ചു? കൊല്ലൂർ കണ്ണമ്മൂല. എന്ന് 1853 ഓഗസ്റ്റ് 25. സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന ആരെയാണ്? ചട്ടമ്പി സ്വാമി. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ചട്ടമ്പി സ്വാമി. ഈ ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവീശ്വരം. എവിടെയാണ്? വടിവീശ്വരം. അപ്പൊ ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. 1857 എന്ന സിനിമ ആരുടേതാണെന്ന് അറിയാമോ? 1857 മോഹൻ സിൻഹ. ആരാണ്? മോഹൻ സിൻഹ. 1857 ആരുടേതാണ്? മോഹൻ സിൻഹ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ നീലഗിരി. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ നീലഗിരി. ഏഷ്യയിലെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ
ഏഷ്യയിലെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ ഗൾഫ് ഓഫ് മാന്നാർ. ഏതാണ്? ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ ഏതാണ്? നീലഗിരി. ഏഷ്യയിലെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ ഏതാണ്? ഗൾഫ് ഓഫ് മാന്നാർ. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ ഗ്യാൻ ഭാരതി എവിടെയാണ്? ഗുജറാത്ത്. ഗ്യാൻ ഭാരതി ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ. എന്നാൽ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ ഏതാണ്? ദിബ്രു സൈക്കോവ. എവിടെ? അസം. ദിബ്രു സൈക്കോവ അസം. മൊത്തം 4 പറഞ്ഞു. നീലഗിരിയുടെ പ്രത്യേകത എന്താണ്? എവിടത്തെ? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ ആണ് നീലഗിരി ബയോസ്ഫിയർ. എന്നാൽ ഏഷ്യയിലെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ ഏതാണ്? ഗൾഫ് ഓഫ് മാന്നാർ. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ ഏതാണ്? ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ. എവിടെ? ഗുജറാത്ത്. ഏറ്റവും ചെറിയ ബയോസ്ഫിയർ ആണ് ദിബ്രു സൈക്കോവ. എവിടെ? അസം. അത്ഭുത ലോകം ഏതാണ്? ടൈറ്റാനിയം. അത്ഭുത ലോകം ടൈറ്റാനിയം. എന്നാൽ അസാധാരണ ലോഹം ഏതാണ്? മെർക്കുറി. അസാധാരണ ലോഹം മെർക്കുറി. അത്ഭുത ലോഹം ടൈറ്റാനിയം. അസാധാരണ ലോഹം മെർക്കുറി. ലിക്വിഡ് സിൽവർ മെർക്കുറി. ലിക്വിഡ് സിൽവർ മെർക്കുറി. എന്നാൽ ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം. ലിക്വിഡ് സിൽവർ ആണെങ്കിൽ മെർക്കുറിയും ലിറ്റിൽ സിൽവർ ആണെങ്കിൽ പ്ലാറ്റിനം. പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. നമ്മള് പ്രതീക്ഷിച്ചിരിക്കുക നമുക്ക് യുറാനസിലൊക്കെ പോകുന്നത്. അപ്പൊ പ്രതീക്ഷയുടെ ലോഹമാണ് യുറേനിയം. അപ്പൊ അത്ഭുത ലോഹം ടൈറ്റാനിയം. അസാധാരണ ലോഹം മെർക്കുറി. ലിക്വിഡ് സിൽവർ മെർക്കുറി. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം. പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. എ പാസേജ് ടു ഇന്ത്യ ആരുടെ രചനയാണ്? E.M. ഫോസ്റ്റർ. കറക്റ്റാണ്. എ പാസേജ് ടു ഇന്ത്യ ആരുടേതാണ്? E.M. ഫോസ്റ്റർ. എന്നാൽ എ പാസേജ് ടു ഇംഗ്ലണ്ട് ആരുടേതാണ്? നിരാജ് സി ചൗധരി. തെറ്റിപ്പോകരുത്. എ പാസേജ് ടു ഇന്ത്യ ആണെങ്കിൽ E.M. ഫോസ്റ്റർ. എ പാസേജ് ടു ഇംഗ്ലണ്ട് ആണെങ്കിൽ നിരാജ് സി ചൗധരി. അപ്പൊ നിരാജ് സി ചൗധരിയുടെ ഏതാണ്? എ പാസേജ് ടു ഇംഗ്ലണ്ട്. എ പാസേജ് ടു ഇന്ത്യ ആണെങ്കിൽ E.M. ഫോസ്റ്റർ. E.M. ഫോസ്റ്റർ. ഇന്ത്യൻ ഭരണഘടനയിലെ രാജ്യസഭാ അംഗങ്ങളുടെ എലക്ഷൻ അത് ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? സൗത്ത് ആഫ്രിക്ക. അതായത് രാജ്യസഭാ അംഗങ്ങളുടെ എലക്ഷൻ ആണെങ്കിൽ അത് എവിടെ നിന്നാണ് എടുത്തത്? അത് സൗത്ത് ആഫ്രിക്ക. എന്നാൽ രാജ്യസഭയിലേക്ക് നമ്മുടെ പ്രസിഡന്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യും. എത്ര പേരെ? 12 പേരെ നാമനിർദ്ദേശം ചെയ്യും. അതെവിടെ നിന്നാണ് എടുത്തത്? അതെവിടെ നിന്നാണ്? അയർലൻഡ്. അപ്പോ രാജ്യസഭാ അംഗങ്ങളുടെ എലക്ഷൻ ആണെങ്കിൽ അത് സൗത്ത് ആഫ്രിക്കയും, ഇനി പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതാണെങ്കിൽ അത് എവിടെ നിന്നാണ്? അയർലൻഡ്. ഓക്കെ ആണോ? അയർലൻഡിന്റെ പ്രത്യേകത എന്താണ് ഇപ്പൊ പറഞ്ഞ? പ്രസിഡന്റ് എങ്ങോട്ടേക്ക്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. മാർഗനിർദ്ദേശം അയർലൻഡാണ്. ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ നേതാവ്? വർഷം 1930. ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ നേതാവാണ് കെ കേളപ്പൻ. യാചന യാത്ര നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. വർഷം അറിയാമോ? ഉപ്പു സത്യാഗ്രഹത്തിന് തൊട്ടടുത്ത വർഷം 31. അപ്പൊ യാചന യാത്ര VT ഭട്ടതിരിപ്പാട് 31. പട്ടിണി ജാഥ AKG വർഷം 36 ആണ്. പട്ടിണി ജാഥ AKG 36. സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. എന്നാൽ ജീവശിഖ ജാഥയോ? മന്നത്ത് പത്മനാഭൻ. സാമൂഹിക പരിഷ്കരണ ജാഥ VT ഭട്ടതിരിപ്പാട്. ഉപ്പു സത്യാഗ്രഹം കേളപ്പൻ. യാചന യാത്ര VT ഭട്ടതിരിപ്പാട്. പട്ടിണി ജാഥ AK ഗോപാലൻ. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ. ജീവശിഖ ജാഥ മന്നത്ത് പത്മനാഭൻ. സാമൂഹിക പരിഷ്കരണ ജാഥ VT ഭട്ടതിരിപ്പാട്. മൊറാഴ സമരം നടന്ന ജില്ല ഏതാണ്? കണ്ണൂർ. മൊറാഴ കണ്ണൂർ. കരിവെള്ളൂർ കണ്ണൂർ. മൊറാഴ കണ്ണൂർ. കരിവെള്ളൂർ കണ്ണൂർ. ഇനി കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോട്. കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോട്. പുന്നപ്രയും വയലാറും എവിടെയാണ്? ആലപ്പുഴ. അപ്പൊ പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ. കയ്യൂർ സമരം കാസർഗോഡ്. കാസർഗോഡ്. അപ്പൊ മൊറാഴ കണ്ണൂർ, കരിവെള്ളൂർ കണ്ണൂർ, കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോട്, പുന്നപ്ര വയലാർ ആലപ്പുഴ, കയ്യൂർ കാസർഗോഡ്. കയ്യൂർ സമരം കാസർഗോഡ്.
പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ലാക്ടോസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ലാക്ടോസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ്. എന്നാൽ പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ്? കേസിൻ. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസും പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ. പാലടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാണ് കെ കേളപ്പൻ. എന്നാൽ ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? എം.ഇ. നായിഡു. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാണ് എം.ഇ. നായിഡു. പാലിയം സത്യാഗ്രഹം സി കേശവൻ. പാലിയം സത്യാഗ്രഹ നേതാവ് ആരാണ്? സി കേശവൻ. അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് അമരാവതി എ കെ ഗോപാലൻ. AKG ആണ് അമരാവതി സത്യാഗ്രഹം. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ. ശുചീന്ദ്ര സത്യാഗ്രഹം എം.ഇ. നായിഡു. പാലിയം സത്യാഗ്രഹം സി കേശവൻ. അമരാവതി സത്യാഗ്രഹം എ ഗോപാലൻ. മിറാഷ് യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയത് എവിടെ നിന്നാണ്? മിറാഷ് ഫ്രാൻസ്. മിറാഷ് വിമാനം എവിടെ നിന്ന് വാങ്ങി? ഫ്രാൻസ്. മിറാഷ് എവിടെ നിന്നാണ് വാങ്ങിയ? ഫ്രാൻസ്. സുഖോയ് യുദ്ധവിമാനം റഷ്യ. സുഖോയ് യുദ്ധവിമാനം റഷ്യ. റാഫേൽ യുദ്ധവിമാനം ഫ്രാൻസ്. അപ്പൊ റാഫേൽ യുദ്ധവിമാനവും മിറാഷ് യുദ്ധവിമാനവും എവിടെ നിന്നാണ് വാങ്ങിയത്? ഫ്രാൻസിൽ നിന്നാണ്. സുഖോയ് ആണെങ്കിലോ? സുഖോയ് റഷ്യ. സുഖോയ് റഷ്യ. ബാണാസുര സാഗർ ഏത് നദിയിലാണ്? കബനി. ബാണാസുര സാഗർ ഏത് നദിയിലാണ്? കബനി. ഡാം ആണ് ബാണാസുര സാഗർ ഡാം. എവിടെയാണ്? കബനി. അലമാട്ടി. അലമാട്ടി കൃഷ്ണ. ഉറി ചലം. ഉറി ചലം. ഇടുക്കി പെരിയാർ. ഇടുക്കി ഡാം പെരിയാറിലാണ്. സർദാർ സരോവർ നർമ്മദ. സർദാർ സരോവർ നർമ്മദ. മേട്ടൂർ കാവേരി. മേട്ടൂർ കാവേരി. കൊയ്ന. ഒരിക്കൽ കൂടി ബാണാസുര സാഗർ ഡാം ഏത് നദിയിലാണ്? കബനി. അലമാട്ടി കൃഷ്ണ. ഉറി ചലം. അടുത്ത് ഇടുക്കി പെരിയാർ. സർദാർ സരോവർ നർമ്മദ. മേട്ടൂർ കാവേരി. മേട്ടൂർ കാവേരി. കൊയ്ന നദിയാണ്.